അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഉറക്കം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അടുക്കള കയറി രാവിലെ ഫസ്റ്റിലുണ്ടാക്കിയ സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ മാവിരുന്നതിനെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. അപ്പോൾ എളുപ്പ പണിയാണ് ദോശ ഉണ്ടാക്കൽ. ഭയങ്കരം എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി ഇഷ്ടമുള്ളത് അവരുടെ അടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പോൾ രാവിലെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഇന്ന് ജൂലൈ 6 അപ്പം കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോകണത്. അപ്പോൾ മൂത്ത ആൾ വീട്ടിലുള്ളത് കൊണ്ടിട്ട് അവൾ ബാക്കി ചോറൊക്കെ അവൾ വെച്ചോളും. അപ്പോൾ ഞങ്ങൾക്ക് 11:30, 12, 1 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്താമല്ലോ. അപ്പോൾ രാവിലത്തെ കാപ്പി കുടി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ല. അങ്ങനെ രാവിലത്തെ പണി ഇതായിരുന്നു. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവിടെ മുക്കിലും മുല്ലിലൊക്കെ ഓരോന്നിരിക്കണം. ഇന്ന് എന്തെന്നറിയാം, ജൂലൈ 6 അപ്പം എൻ്റെ മോളിന്ന് +1 ആദ്യ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തന്നെ ഇന്നാണ് അവിടെ പോവേണ്ടത്. പ്രവേശനോത്സവം അല്ലേ +1 അപ്പോൾ ദേ പുള്ളിക്കാരത്തി ഇവിടെ നിൽക്കണുണ്ട് കേട്ടോ. ടുട്ടു ദേ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നു. അങ്ങനെ 3 പേരും കൂടെ ദേ ഇറങ്ങി പോവുകയാണ്. അപ്പം കുടയും വടിയായിട്ടൊക്കെ എടുത്തുകൊണ്ടാണ് പോണത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ച എങ്ങനെയെന്ന് അറിയത്തില്ല. കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല കൂട്ടുകാരെ. എനിക്ക് അവിടുത്തെ സ്കൂളിൻ്റെ ഇതൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ മോളുടെ സ്കൂളിലെല്ലാം പോയിട്ട് അപ്പോൾ മൂത്ത മോളെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അച്ഛനില്ലായിരുന്നു, സ്കൂളിലോട്ട് വരാനുണ്ട്. അപ്പോൾ ഇളയ മോളെ കൂടെ അച്ഛനും അമ്മയും ഒരുമിച്ച് പോയതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അണ്ണൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ ആ സ്ഥലമൊന്നും അത്ര വലുതായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കറിയാം, പക്ഷേ എൻ്റെ അമ്മാവനൊക്കെ അവിടെ താമസിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അണ്ണൻ അറിയത്തില്ല, ആ സ്കൂളൊന്നും അണ്ണൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അണ്ണനെയും കൂടെ കൊണ്ടുപോയി അണ്ണനും എല്ലാം കാണട്ടെ, അച്ഛനെല്ലായിടും കാണട്ടെ, കാണാത്ത സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് മോളുടെ ഒരു ചെരുപ്പ് തയ്ക്കണമായിരുന്നു. അപ്പോൾ ചെരുപ്പ് തയ്ക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെരുപ്പ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് 1 മണിക്കൂറായി. പക്ഷേ ഞങ്ങൾ അടുത്തില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ചെരുപ്പ് തയ്ച്ചില്ല. പിന്നെ ഞങ്ങൾ വന്ന് നിന്ന് ചെരുപ്പെല്ലാം തയ്പ്പിച്ചു. ഈ പോണ ബസ്സിൻ്റെ മൂത്ത മോൾ പഠിക്കാൻ പോകണതാണ്. അതുകൊണ്ടാണ് ആ ബസ് ഞാൻ നോക്കിക്കൊണ്ട് നിന്നത്. അപ്പോൾ അവിടെ നിൽക്കുക തന്നെ എത്ര പ്രിയദർശിനി ബസ് പോയെന്ന് പറയാം, പക്ഷേ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ പൈസ കൊടുത്താണ് വീട്ടിലോട്ട് വന്നത്. കാരണം വേറെ ബസ്സിൽ സിറ്റി ബസ്സിലാണ് കയറി വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അത്രയും സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ മോളെ കൊണ്ട് സ്കൂളിൽ പോയതാണ്. അപ്പോൾ വേറെ വീഡിയോ ഒന്നുമല്ല, വേറെ വിശേഷമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ജൂലൈ 6 എല്ലാ കുട്ടികളും സ്കൂളിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.